കൊച്ചു കുഞ്ഞുങ്ങളുടെ അമ്മമാര് സ്ട്രെസ്ഡ് ആയിട്ട് കാണാറുണ്ട്. പലപ്പോഴും മറ്റുള്ളവരവരെ മനസ്സിലാക്കുകയോ അവർക്ക് വേണ്ട പരിഗണന നൽകുകയോ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് അവരിങ്ങനെ സ്ട്രെസ്ഡ് ആവുന്നത്? അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ സ്ട്രെസ്ഡ് ആവുന്നത്. വിവാഹത്തിന് മുൻപ്, വിവാഹത്തിന് ശേഷം, പ്രഗ്നൻസിയിൽ, എന്തിനേറെ ഡെലിവറിക്ക് തൊട്ട് മുമ്പുള്ള ദിവസം വരെ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ അവരെ കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഈ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ ഇങ്ങ് കയ്യിൽ കിട്ടുന്നത് മുതൽ കഥയാകെ മാറുകയാണ്. പിന്നീട് ഈ കുഞ്ഞിനാണ് പ്രയോറിറ്റി. കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ അമ്മയ്ക്ക് അമ്മയുടെ ഒരു പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവരെങ്ങനെയാണ് സ്ട്രെസ് ആവാതിരിക്കുന്നത്? അവർക്കുമുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള മോഹങ്ങളുമൊക്കെ. പക്ഷേ ഈ കുഞ്ഞിനെ പാലൊക്കെ കൊടുത്ത് ഉറക്കിയതിന് ശേഷം കിട്ടുന്ന ഒരു ചെറിയ സമയം മാത്രമാണ് അവർക്കതിന് കിട്ടുന്നത്. ആ സമയത്താണെങ്കിൽ ചെയ്യുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ആഹാരം ഉണ്ടാക്കുക, വസ്ത്രം അലക്കുക, വീട് വൃത്തിയാക്കുക, പാത്രം കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ആ കാര്യം ചെയ്തില്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് പോകത്തില്ല. ആഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. അതുപോലെ പലപ്പോഴും ഈ കാര്യങ്ങൾ തന്നെ ചെയ്തു തീർക്കാൻ സമയം കിട്ടാറില്ല. അതിനു മുമ്പേ കുഞ്ഞ് ഉണർന്ന് കരയാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് എവിടെയാണ് സമയം? ഒരു ബുക്ക് വായിക്കാൻ, അല്ലെങ്കിൽ ഒരു മൂവി കാണാൻ, ഒന്ന് പുറത്തു പോകാൻ, ഒരു ഷോപ്പിംഗ് നടത്താൻ, എന്തിനേറെ പറയുന്നു എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇതിനൊന്നും അവർക്ക് സമയം ലഭിക്കാറില്ല. ഇത് തന്നെയാണ് ഓരോ അമ്മമാരും സ്ട്രെസ്ഡ് ആവാനുള്ള പ്രധാന കാരണവും. അവരുടെ ചുറ്റുമുള്ള ആളുകൾ അവരെ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ അവർക്ക് കുറച്ച് മീ ടൈം കൊടുക്കുക. അവരിഷ്ടമുള്ളത് ചെയ്യട്ടെ. ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവർ ഉറങ്ങട്ടെ. അതുപോലെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, സെൽഫ് കെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, മറ്റേതൊരു വ്യക്തിയെയും പോലെ ഈ അമ്മയ്ക്കുമുണ്ട് അമ്മയുടേതായ ആഗ്രഹങ്ങൾ. ഈ കുഞ്ഞു വന്നു എന്നതിൽ പ്രതി ആ അമ്മ അതെല്ലാം സാക്രിഫൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു തരത്തിൽ ഇതൊക്കെ സാക്രിഫൈസ് ചെയ്യുമ്പോഴും മറുവശത്ത് ആ ഒരു സങ്കടമാണ് അവരുടെ ഉള്ളിൽ ആ ഒരു സ്ട്രെസ്സായിട്ട് വരുന്നത്. ആരോഗ്യമാവട്ടെ, ശരീരമാവട്ടെ, സൗന്ദര്യമാവട്ടെ, ഒരു കാര്യങ്ങളും കരിയർ ആവട്ടെ, ഒന്നിനെക്കുറിച്ച് കൂടുതൽ കെയർ ചെയ്യാൻ സാധിക്കാറില്ല. പിന്നെ ചില സാഹചര്യങ്ങളിൽ അവർക്കിപ്പോൾ ഒരു മീ ടൈം കൊടുത്താലും ചില അമ്മമാരുടെ ഉള്ളിൽ ഒരു സങ്കടം ഉണ്ടാവും. അയ്യോ, ഞാൻ എൻ്റെ കൊച്ചിനെ ഇട്ടിട്ട് അയ്യോ ഞാൻ അങ്ങനെ ചെയ്യുകയാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്ത് സമയം കളയുകയാണല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന അമ്മമാരുമുണ്ട്. സത്യത്തിൽ അതൊരു കുഴപ്പമല്ല. അവരത് അമ്മയായി എന്നതിൻ്റെ സൂചനയാണ്. കാരണം നമ്മളെല്ലായിടത്തും അമ്മയും കുഞ്ഞും എന്നല്ലേ കേട്ടിരിക്കുന്നത്. അല്ലാതെ എവിടെയെങ്കിലും അപ്പനും കുഞ്ഞും, അല്ലെങ്കിൽ വല്യപ്പനും കുഞ്ഞും, വല്യമ്മയും കുഞ്ഞും എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാണ് അമ്മയും കുഞ്ഞുമായുള്ള ഒരു ബന്ധം. അതുകൊണ്ട് തന്നെ അമ്മമാർ അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഈ ഒരു കുഞ്ഞിന് വേണ്ടി സത്യം പറഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ അമ്മമാർ നിങ്ങളുടെ അടുത്തുണ്ട്, നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മനസ്സിലാക്കുക, അവരെ ഒന്ന് പരിഗണിക്കുക, ചേർത്ത് പിടിക്കുക. അവരോടൊപ്പം ഉണ്ട്, നീ എന്ത് വേണമെങ്കിലും ധൈര്യമായിട്ട് ചെയ്തോ, ഞങ്ങൾ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കിയെടുത്താൽ തന്നെ സത്യം പറഞ്ഞാൽ അവരുടെ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.